പ്രിയമുള്ളവരെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞ് ഹമാസ് ടെമ്പററിലി സസ്പെൻഡഡ് ഹോസ്റ്റേജ് റിലീസ് എന്ന് പറഞ്ഞൊരു വാർത്തയാണ് വന്നേക്കുന്നത്. ഹമാസ് ഹോസ്റ്റേജ് റിലീസ് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനോട് ഏത് തരത്തിലുള്ള ക്രൂഷ്യൽ സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞ് ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഓർഡേഴ്സ് കൊടുത്തിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് മാധ്യമങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്. രണ്ട് വിഭാഗവും പറയുന്നത് അവർ സീസ് ഫയർ എഗ്രിമെന്റിന്റെ വയലേഷൻ രണ്ടു വിഭാഗം നടത്തിയെന്നാണ് പറഞ്ഞത്. ഹമാസ് പറയുന്നത് അവരുടെ ട്രക്കുകൾ, നിത്യോപയോഗ സാധനങ്ങൾ വരുന്ന ട്രക്കുകൾ യഥാക്രമം ഇസ്രായേൽ കടത്തിവിടുന്നില്ല. അതോടൊപ്പം തന്നെ ട്രൂസിനെതിരായിട്ട് പല സ്ഥലത്തും ഷെല്ലിംഗ് നടത്തുകയും ആക്രമണം നടത്തുകയും ചെയ്തു എന്നാണ് ഹമാസ് പറയുന്നത്. ഇസ്രായേൽ പറയുന്നത് ഇവര് തമ്മിലുള്ള എഗ്രിമെന്റിൽ പല വയലേഷൻ ഉണ്ടായി. അത് ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ആ ഒരു പ്രകടനപരത വളരെ ഇസ്രായേൽ സമൂഹത്തിനുള്ളിൽ ഒരു സൈക്കോളജിക്കൽ അറ്റാക്ക് നടത്താൻ പാകത്തിനുള്ള പ്രകടനപരത അത് ഇസ്രായേൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഞാൻ ആ വിഷയത്തെ പറ്റിയല്ല പറയുന്നത്. എന്താണെങ്കിലും വീണ്ടും ഒരു സംഘർഷഭരിതമായിക്കൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ പാലസ്തീൻ ജനവിഭാഗങ്ങൾ മുഴുവൻ ഗാസയിൽ നിന്ന് പോകണമെന്നും അവിടെ ഗാസയെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതിന് വരെ 50 മില്യൺ റബിൾസായി മാറിയ ഗാസ അത് മാറ്റുകയും അതിൻ്റെ അടിയിൽ കിടക്കുന്ന പൊട്ടാത്ത ബോംബുകൾ ഡിഫ്യൂസ് ചെയ്ത് അവിടെ റീകൺസ്ട്രക്ഷൻ നടത്തുന്നതിന് ഏതാണ്ട് 15-20 വർഷത്തോളം സമയമെടുക്കും. അതുകൊണ്ട് അവിടുന്ന് ആളുകൾ മാറണം. അതിനുശേഷം ഗാസ റീകൺസ്ട്രക്ട് ചെയ്ത ശേഷം റീ റാഡിക്കലൈസേഷൻ നടത്തിയതിനു ശേഷം ആളുകളെ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു ഇസ്ലാമിക താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്രമിക്കുന്ന അതിനെ തകർത്തുകൊണ്ട് ഒരു റാഡിക്കലൈസേഷൻ പ്രോസസ്സ് പൂർത്തിയായ ശേഷം തിരിച്ചു കൊണ്ടുവരാം എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഈ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്കും ഒരു ജനതയെ അങ്ങനെ പൂർണ്ണമായി ആട്ടിപ്പായിച്ചുകൊണ്ട് ആ സ്ഥലം റീകൺസ്ട്രക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അതിനെതിരായ ശക്തമായ പ്രതിഷേധങ്ങൾ വരും. പക്ഷെ എന്തുകൊണ്ടാണ് ഗാസയിൽ അത് ഉയരാത്തത്? നമുക്കൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന കാര്യമല്ല പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നമ്മളെ ആട്ടിപ്പായിക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു ജനതയെ നേരെ നടത്തിയാലും ഒരു ജനാധിപത്യ ബോധമുള്ള മതേതര ബോധമുള്ള ഒരു സമൂഹത്തിനും അത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനെതിരായിട്ടൊരു ശക്തമായ പ്രതിരോധം ലോകത്തുണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനെ എന്നത്തേക്കുമായി ഒബിൽട്രേറ്റ് ചെയ്ത് അവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച് അവിടെ ജൂതന്മാരെ രണ്ടാം തരം പൗരന്മാരെ ട്രീറ്റ് ചെയ്ത് അവരോട് ജസിയ മേടിച്ച് അവരെ ജീവിക്കാൻ അനുവദിക്കുള്ളൂ എന്ന് പ്രഖ്യാപിച്ച ഹമാസിന്റെ ഡിക്ലറേഷനും അതോടൊപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഹമാസ് ഈ ഭൂമിക്കടിയിൽ ഉണ്ടാക്കിയ ടണലുകളും ഒക്കെ ഉണ്ടാകുമ്പം അവിടുത്തെ ജനത നിസ്സംഗമായി നിൽക്കുകയായിരുന്നു. അവരിത് എന്തുകൊണ്ട് തടഞ്ഞില്ല? അവിടുത്തെ ഗാസയിലെ ജനങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? ഇത്രമാത്രം വലിയ ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തി ഒരു ജനതയെ ഇല്ലായ്മ ചെയ്യാൻ പാകത്തിന് ആക്രമണം നടത്താൻ വേണ്ടി പ്രിപ്പറേഷൻ നടത്തുകയും ഗ്രൗണ്ടിനടിയിൽ ഇത്രയേറെ ടണലുകൾ നിർമ്മിക്കുകയൊക്കെ ചെയ്തപ്പം ഗാസൻ ജനത ഇന്ന് നിശബ്ദമായെന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗാസ എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റുകളുടെ ഹബ്ബായി മാറിയിരിക്കുകയാണ് ഇപ്പം. അതുകൊണ്ടാണ് ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കാത്തത്. മറിച്ച് ഒരു സിവിലൈസ്ഡ് സമൂഹം ഒരിക്കലും ഈ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിനെ അനുകൂലിക്കാൻ പാടില്ലാത്തതാണ്. നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് ഈ ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന മനുഷ്യർക്ക് മാത്രമാണ് ട്രംപിന്റെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് പറയാൻ കഴിയുള്ളൂ. മറിച്ച് ഇസ്ലാമിക തീവ്രവാദികൾക്കോ ഇസ്ലാമികമായ താല്പര്യങ്ങൾ മുൻനിർത്തി ലോകത്ത് പ്രവർത്തിക്കുന്ന ആർക്കും ഇത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിക തീവ്രവാദികൾ ഇത്തരം വരുന്ന ജനോസൈഡുകൾ നടത്തുകയും ഇത്തരം വരുന്ന കൂട്ടപാലായനങ്ങൾക്ക് ഒട്ടേറെ സ്ഥലങ്ങളിൽ വിധേയമാക്കിയിട്ടുണ്ട്. അന്നെല്ലാം കേരളത്തിലെ ആളുകൾ അല്ലെങ്കിൽ ലോകത്തെ ആളുകൾ എവിടെയെങ്കിലും
അതിനോട് പ്രതികരിച്ചതായോ പ്രതിഷേധിച്ചതായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ 1915 മുതൽ 1917 വരെ 12 ലക്ഷം ആളുകളെ പലായനം നടത്തി കൊന്നതാണ് അർമേനിയൻ കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഈ അർമേനിയൻ കൂട്ടക്കൊല നടന്നതിനെ അല്ല, നമുക്കൊരു ഈ ജനറേഷനൊക്കെ ഒരുപാട് പുറകിൽ നടന്ന സംഭവമാണത്. നമുക്ക് ഇന്നത്തെ സമൂഹത്തിന് അതിനെപ്പറ്റി അറിയില്ല, നമുക്ക് അതിനെ പ്രതികരിക്കേണ്ടതെന്നൊക്കെ വയ്ക്കാം. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. 2023 ജോ ബൈഡൻ എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഇത് ഒരു വലിയ ജനോസൈഡാണെന്നും കൂട്ടക്കൊലപാതകമാണെന്നും അർമേനിയൻ സമൂഹത്തിന് നേരെ നടത്തിയ വലിയൊരു ജനോസൈഡാണ്, വലിയ കൂട്ടക്കൊലപാതകമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തെ ടർക്കി എതിർക്കുകയും ടർക്കി അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂസിന്റെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് പറഞ്ഞത്. 12 ലക്ഷം മനുഷ്യരെ ഡെത്ത് വാക്ക് എന്ന് പറഞ്ഞ് സിറിയയിലേക്ക് ഡെത്ത് വാക്ക് നടത്തിയാണ് കൂടുതലും കൊന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഭാര്യമാരെ പിടിച്ചുകൊണ്ട് ഇന്നും ആ പിടിച്ചുകൊണ്ടുപോയ തലമുറയിൽപ്പെട്ട ആളുകളുടെ മക്കൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഈ പിടിച്ചുകൊണ്ടുപോയി നിർബന്ധിതമായി മുസ്ലിമാക്കി കൺവെർട്ട് ചെയ്ത് സ്ത്രീകളെ കൊണ്ടുപോയി അങ്ങനെയുള്ള തലമുറയുടെ ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. അതിനുപരി ഈ പറഞ്ഞ ഡെത്ത് വാക്കിലൂടെ കൊല്ലാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെട്ട അപൂർവ മനുഷ്യർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ 1917 നടന്ന ആ ഡെത്ത് വാക്കിലൂടെ കൊല്ലാൻ ശ്രമിച്ചിട്ട് മരിക്കപ്പെടാത്ത ആളുകളുണ്ട്. അവരുടെ വീടും കുടുംബം ഇട്ടിട്ട് പോയ, അവരുടെ പള്ളികളും ഒക്കെ ഉപേക്ഷിച്ച് പോയ ആ സ്ഥലം ഇപ്പോഴും ഉണ്ട്. അവർ ഈ അടുത്ത കാലത്ത് പോലും വന്ന് അവിടെ കാണുകയും കണ്ണീരൊഴുക്കിക്കൊണ്ട് പോവുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പം ലോകമാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിച്ചാണ്. അപ്പം അതിനെതിരെ പ്രതികരിക്കാത്ത ഈ ആളുകളാണ് ഇന്ന് ഈ ഗാസയിൽ ഗാസയിൽ നിന്ന് ഇത്രയേറെ ക്രൂരതകൾ ഇസ്രായേലിന് നേരെ ചെയ്ത ടണലുകൾ അടിക്കുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ ഒബിൽട്രേറ്റ് ചെയ്യുകയും ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് 1948 ഈ രാഷ്ട്രം ഉണ്ടായത് മുതൽ അന്ന് മുതൽ ഇന്നോളം ആക്രമണങ്ങൾ നടത്തിയ ആളുകളാണ് ഈ പറയുന്ന ആളുകൾ എന്ന് പറയുന്നത്. അവര് ഈ പറഞ്ഞ ഗാസ ഈജിപ്തിന്റെ കീഴിൽ നിന്നപ്പോൾ അവർക്ക് പ്രശ്നമില്ല. സ്വതന്ത്രമായി ഈ ഇസ്രായേലാണ് പിടിച്ചെടുത്ത് ഈ ഗാസ പിടിച്ചെടുത്തിട്ട് ഗാസക്കാർക്ക് നൽകിയത് 2000-ന് ശേഷം നൽകിയത്. അതിനുശേഷം ഇസ്രായേലിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ പരിശോധിച്ചാൽ എത്രയാണെന്ന് കണക്കും കയ്യുമില്ലാത്ത ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ 1948 ഇസ്രായേൽ ഉണ്ടായത് മുതൽ ആക്രമണം നടത്തി ഇന്നുപോലും ആക്രമണം നടത്തുന്ന ഇത്രയേറെ ക്രൂരതകൾ ഇസ്രായേലിനോട് ചെയ്ത ഈ ഗാസൻ ജനത ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പം അത് എന്തുകൊണ്ടാണ് അധാർമികമാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു പരിഷ്കൃത സമൂഹത്തിന് കഴിയുള്ളൂ, മറിച്ച് ഇസ്ലാമിസ്റ്റുകൾ കഴിയില്ല. ഇസ്ലാമിസ്റ്റുകൾ അത് പറഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ള ക്രൂരതകളുടെ നേര ഈ തരത്തിലുണ്ട്. ഈ ടർക്കി ഇത് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞപ്പം ഈ ടർക്കി തൊപ്പി വെച്ച് കേരളത്തിലൂടെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ ടർക്കി തൊപ്പി വെച്ച് ഇസ്ലാമിന്റെ സുൽത്താനായിരുന്ന ടർക്കിഷ് സുൽത്താൻ എന്താണോ ചെയ്ത് അത് ലോകം മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടി നടക്കുന്ന ടർക്കി തൊപ്പി വെച്ച ആളുകൾ കേരളത്തിലുണ്ട്. ഈ കേരളത്തിലുള്ള ആളുകൾ ഈ പറഞ്ഞ വലിയ ജനോസൈഡിനെതിരെ രക്ഷം വേണ്ടിയിട്ടില്ല. അവർ ഇന്നും ഈ പറയുന്ന ക്രിസ്ത്യൻ സ്ത്രീകളെയും ഹിന്ദു സ്ത്രീകളെയും അടിമയാക്കി വെച്ച്, അതുപോലെ തന്നെ ഈ ടർക്കിയിലെ രാജാവ് എങ്ങനെയാണോ അർമേനിയൻ ക്രിസ്ത്യൻ സ്ത്രീകളെ പിടിച്ചുകൊണ്ടൊന്ന് അടിമയാക്കി വെച്ചത്, അതുപോലെ അടിമയാക്കി നാളെ ഹിന്ദു സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയും മറ്റു വിഭാഗങ്ങളെയും ഒക്കെ അടിമയാക്കി വെച്ച് രാജ്യം ഭരിച്ചതുപോലെ, അല്ലെ അവരെയൊക്കെ ഭോഗിച്ച് രാജ്യം ഭരിച്ചതുപോലെ രാജ്യം ഭരിക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് ഈ ടർക്കി തൊപ്പി വെച്ച് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അത്തരം ആളുകൾക്ക് ഇതിനെപ്പറ്റി ന്യായീകരിക്കാൻ യാതൊരു അവകാശമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പരിഷ്കൃത സമൂഹത്തിന് മാത്രമേ ഇതിനെ ന്യായീകരിക്കാൻ അവകാശമുള്ളൂ. രണ്ടാമത്, ഇപ്പം നമുക്ക് ബെറ്റർ ജനോസൈഡാണ് നമ്മുടെ കാശ്മീരിൽ നടന്നത്. കാശ്മീരിലെ പണ്ഡിറ്റുകളെ ജനോസൈഡ് ചെയ്തപ്പം നമ്മൾ നിശബ്ദമായിരുന്നു. അതുപോലെ വേറെയും ജനോസൈഡുകൾ നടന്നിട്ടുണ്ട്. ഇപ്പം മലബാർ കലാപത്തിൽ വളരെ കുറച്ച് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നുള്ളൂ, അവരെ അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്ത്. അന്നും നമ്മൾ നിശബ്ദമായി നിന്നു. അതുപോലെ അർമേനിയയിൽ ഈ അടുത്ത കാലത്ത് അസർബൈജാനിൽ നിന്ന് 1,20,000 ക്രിസ്ത്യാനികൾ, അതായത് ഈ ടർക്കികളെന്ന് പറയുന്നത് ഈ പറഞ്ഞ അസർബൈജാനിൽ നിന്നും ടർക്കികളെന്ന് പറയുന്നത് ഉസ്ബാക്കിസ്ഥാനിൽ നിന്നും ഒക്കെ വന്ന പഴയ റഷ്യയുടെ ഭാഗമായിരുന്ന ഉസ്ബാക്കിസ്ഥാനിൽ നിന്നൊക്കെ വന്ന് ഈ ടർക്കിയിൽ സെറ്റിലായിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ തുർക്കിസ്ഥാൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് ഇവർ. അതേപോലും ഈ അവിടുത്തെ അർമേനിയൻസ് എന്ന് പറയുന്ന അവിടെ നൂറ്റാണ്ടുകൾ ക്രിസ്തുവിന് മുമ്പും ലോകത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ സമൂഹമാണത്. അവരെയാണ് അവിടുന്ന് ഓടിച്ചത്. അതുപോലെ തന്നെ ഈ അസർബൈജാനിൽ നിന്ന് 1,20,000 പേരെ ഓടിച്ചു. അവരും ഏറ്റവും ഏൻഷ്യന്റ് കമ്മ്യൂണിറ്റിയാണ്. ആ ഏൻഷ്യന്റ് കമ്മ്യൂണിറ്റി അവിടുന്ന് ഓടിച്ചപ്പോഴും നമ്മൾ നിശബ്ദമായി നിന്നു. നമ്മൾ ആരും പ്രതികരിച്ചില്ല. കേരളത്തിൽ ഒരു പ്രകടനവും നടന്നില്ല, കേരളത്തിൽ ഒരു സമ്മേളനവും നടന്നില്ല. ഈ പറഞ്ഞ ഈ അർമേനിയയിലെ ഒരു മനുഷ്യരെയും വിളിച്ച് നമ്മൾ സംസാരിപ്പിച്ചില്ല. നമ്മൾ ഹമാസിന്റെ ആളുകൾ വിളിച്ച് സംസാരിപ്പിച്ചു. പക്ഷേ അർമേനിയയിലെ മനുഷ്യരുടെ വേദനകൾ എന്താണെന്ന് അറിയാൻ നമ്മൾ തയ്യാറായില്ല. കാരണം അതെല്ലാം ഒരു പ്രത്യേക വിഭാഗം ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ അവിടെ നമുക്ക് വേദനയില്ല. അപ്പോൾ ഈ പറഞ്ഞ കാശ്മീരിൽ നിന്നും ഒരു പ്രത്യേക വിഭാഗമാണ് ഹിന്ദുക്കളെ അവിടെ നിന്ന് ഓടിപ്പിച്ചത്, അപ്പോഴും നമുക്ക് വേദനയില്ല. അപ്പോൾ ഈ പറയുന്ന ആളുകൾ ഇത്തരം വരുന്ന കൂട്ടക്കൊലകളും ഇത്തരം വരുന്ന പലായനങ്ങൾക്കും
മറ്റാളുകളെ വിധേയമാക്കിയിട്ടില്ല, മറ്റു ആളുകളെ അടിമയാക്കിയിട്ടില്ല. ടർക്കി സുൽത്താന്റെ ഹറാം എന്ന് പറഞ്ഞ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നാൽ അവിടെ ഒരു സ്ഥലത്ത് അവസാനം ചെല്ലുമ്പോൾ ക്രിസ്ത്യൻ കോൺക്യൂബിൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ക്രിസ്ത്യൻ സ്ത്രീകളെ അടിമകളാക്കി ഭോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ മനോഭാവത്തിലുള്ളവരാണ് ഈ ടർക്കി തൊപ്പിയും വെച്ച് നടക്കുന്നത് പറയാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് ഇത് പറയാനുള്ള ധാർമ്മിക ബോധമില്ല. മറിച്ച് ഇത് പറയാനുള്ള ധാർമ്മിക ബോധം ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമാണുള്ളത്. അവരിത് പറയണം, ഇവരെ ഇവിടുന്ന് ഒഴിവാക്കരുത്. മറിച്ച് ആ ജനത വേറൊരത്തിൽ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ് ഇതെല്ലാം ചെയ്യുമ്പോൾ പോലും. കാരണം ഈ പറഞ്ഞ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ അവർ കണ്ടിട്ടും നിശബ്ദമായി അതിനെ അനുകൂലിച്ച് നിന്നു എന്നുള്ളതുകൊണ്ട് അവരുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി അവർക്കുള്ള അതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ അവർ ഒരു പരിധിവരെ ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതിലേക്ക് ഇത്തരം വരുന്ന പലായനങ്ങൾക്ക് ഒരു പരിധി വിധേയമാകുന്നതിന്റെ കാരണം ഇത്തരം വരുന്ന ഹമാസിനെ പോലെയുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ഹിറ്റ്ലറുടെ കാര്യം നമുക്കെടുക്കാം. ജർമ്മൻ ജനതയ്ക്ക് കൃത്യമായി ഹിറ്റ്ലറുടെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിന്റെ കാരണം എന്താ? ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നതിന് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ബാവേരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പബ്ബില് കൃത്യമായി അദ്ദേഹത്തിന്റെ മെയിൻ ഗാഫ് എന്ന് പറഞ്ഞ പുസ്തകം പുസ്തകത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ ഉടനീളം ഈ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ രാഷ്ട്രത്തെ നേരിടുന്ന പ്രശ്നം, ഇവിടെ ജൂതന്റെ നിലപാടിന്റെ പൊസിഷൻ എന്തായിരിക്കും, ജൂതനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. അങ്ങനെയാണ് അദ്ദേഹം 1931 മറ്റേ അവിടുത്തെ വൈസ് ചാൻസലറായിട്ട് വരുന്നത്. ആ ചാൻസലറായിട്ട് വന്നതിന് ശേഷം അദ്ദേഹം പിന്നീട് നടപ്പിലാക്കിയതെല്ലാം ഒരു പരിധിവരെ ജനതയുടെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഐഡിയ കൃത്യമായി പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞില്ല, ഹമാസ് എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ഹമാസ് ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി അവരുടെ ഡിക്ലറേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിന് പൂർണ്ണമായി ഇല്ലായ്മയും റിവർണും സീക്കും ഇടയുള്ള മുഴുവൻ സ്ഥലവും പിടിച്ചെടുക്കും, അവിടെ ഇസ്ലാമിക നിയമം നടപ്പിലാക്കും, ആ ഇസ്ലാമിക നിയമം അനുസരിച്ച് അവിടെ ജൂതിന് വേണം താമസിക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതാ ജെസിയ കൊടുത്ത് മുട്ടയിൽ അണിഞ്ഞു പോയി ജെസിയ കൊടുത്ത് താമസിച്ചോളാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് പറഞ്ഞ ഹമാസിനെ സപ്പോർട്ട് ചെയ്ത ജനങ്ങളും വേറൊരിടത്ത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി മാറി നിൽക്കാൻ കഴിയില്ല. അപ്പൊ അതർത്ഥം ചിന്തിക്കുമ്പം ആ ജനതയ്ക്ക് അതിന് റെസ്പോൺസ് ഉണ്ടെങ്കിലും പരിഷ്കൃത ഒരു സമൂഹം എന്നുള്ളത് നമ്മൾ പറയണം അത് ശരിയല്ല, അത് ഒരു ജനിച്ചു വീണ സ്ഥലത്ത് നിന്ന് അവരെ മാറ്റരുത്, മറിച്ച് ഹമാസിനെ പൂർണ്ണമായി റൂട്ട് ഔട്ട് ചെയ്ത ശേഷം ഇവരെ റാഡിക്കലൈസേഷൻ ചെയ്ത് തീർച്ചയായിട്ടും അവിടെ താമസിക്കാൻ അനുവദിക്കണം എന്നാണ് നമ്മൾ പരിഷ്കൃത സമൂഹം പറയേണ്ടത്. ഇപ്പൊ ഈ പറഞ്ഞ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ വീഡിയോ ഉണ്ട്, സജി മർക്കോസ് എന്ന ഒരാളുടെ വീഡിയോ ഉണ്ട്. അദ്ദേഹം പറഞ്ഞ നക്കാബ എന്ന് പറഞ്ഞ ആദ്യത്തെ ഈ കൂട്ടപാലായനം എന്ന് പറയുന്നത് ഈ ജൂതന്മാര് അവരെ അടിച്ചോടിച്ചതാണ്. 1947 ഈ സ്റ്റേറ്റ് രൂപം കൊണ്ടപ്പം എന്തുകൊണ്ടാണ് ഈ പാലസ്തീൻ പ്രശ്നം രൂപപ്പെടുന്നത് നമ്മൾ അന്വേഷിക്കുക. ഈ 1947 ഈ സ്റ്റേറ്റ് രൂപം കൊണ്ടപ്പം ഈ അറബ് ഫോഴ്സസ് എല്ലാം 6-7 രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു. അപ്പൊ ആക്രമിക്കുന്നതിന് മുമ്പ് ഈ സ്റ്റേറ്റ് രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സ്റ്റേറ്റ് രൂപം കൊള്ളുമെന്നും അതുകൊണ്ട് ഇവിടെ ആക്രമണം നടക്കുമെന്നും മനസ്സിലാക്കി കുറേയേറെ ആളുകൾ ഒഴിവായി പോയിട്ടുണ്ടായിരുന്നു. കാരണം അറബ് ഫോഴ്സസ് ഇവരെ ആക്രമിക്കുന്നുള്ളതുകൊണ്ട് സ്വമേധയാ അവിടുന്ന് ഈ അറബ് ഫോഴ്സ് ഇത് കീഴ്പ്പെടുത്തി ഇവർക്ക് സൗകര്യമായി താമസിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ പണമുള്ള സാമ്പത്തികമുള്ള ആളുകൾ അവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ അറബ് ഫോഴ്സ് ചെയ്ത പരിപാടി എന്താണെന്നറിയോ? ഇവരെല്ലാം പറഞ്ഞ് ഈ പറഞ്ഞ പാലസ്തീനിയൻ റെഫ്യൂജീസ് എന്ന് പറഞ്ഞ ലോകത്തിന്റെ ഒരു വലിയ പ്രശ്നം അത് ഇസ്രായേൽ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. യഥാർത്ഥം ഞാൻ അതിന്റെ ചരിത്രം അന്വേഷിച്ചു കഴിഞ്ഞാൽ അതല്ല സംഭവം. അതിന്റെ സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന അറബ് ഫോഴ്സസ് വളരെ കൃത്യമായി ഞങ്ങൾ ഇവരെ ആക്രമിക്കും, ഞങ്ങൾ ഈ പറയുന്ന ജൂത സ്ഥലങ്ങളിലെല്ലാം ബോംബിടും, അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് മാറിക്കോളാൻ പറഞ്ഞ് ഇവർ മാറുകയും ഇവരെല്ലാം നിശബ്ദമായി ഇസ്രായേലിനെ ഒബിൽട്രേറ്റ് ചെയ്യുന്ന കാണാൻ, ഇസ്രായേലിനെ അനിഹിലേറ്റ് ചെയ്യുന്നത് കാണാൻ, ഇസ്രായേലിനെ മുഴുവൻ കൊന്നൊടുക്കുന്നത് കാണാൻ ആഗ്രഹിച്ച ആളുകളാണ് ഈ നക്കാബ എന്ന് പറഞ്ഞ ഈ റെഫ്യൂജീസ് എന്ന് പറയുന്നത്. ഇവരതിനുശേഷം ഈ അറബ് ലീഡേഴ്സ് പറഞ്ഞു നിങ്ങൾ അവിടുന്ന് മാറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ മാറി അവരവിടുന്ന് പാലായനം ചെയ്തു. പക്ഷേ ഇസ്രായേലീസ് കുറേ കൂടെ അന്തസ്സുള്ളവരായിരുന്നു. അവര് ഈ പറഞ്ഞ ബെൻഗുരിയനും അതുപോലെ തന്നെ ഗോൾഡ മേയറും അടങ്ങുന്ന ആളുകൾ, അന്നത്തെ ബെൻഗുരിയനായിരുന്നു പ്രധാനമന്ത്രി, അയാൾ ഗോൾഡ മേയറിനെ പറഞ്ഞു വിട്ട് ഈ ഹൈഫയിലൊക്കെ ചെന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു നിങ്ങൾ പോകരുത്, നിങ്ങളിവിടെ നിൽക്കുക, നിങ്ങൾക്ക് ഞങ്ങൾ സുരക്ഷിതം തരും, നിങ്ങൾ ഒരു കാരണവശാലും പോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ ആളുകൾ അത് കേൾക്കാതെ ഇസ്രായേലിൽ നിന്ന് അവരുടെ സുരക്ഷിതത്വം നോക്കി ഈ അറബ് ലീഡേഴ്സ് പറഞ്ഞനുസരിച്ച് പറഞ്ഞു ഞങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇസ്രായേലിനെ തകർക്കും, അതിനുശേഷം നിങ്ങൾക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് ഓഫർ കൊടുത്ത് ആണ് ഈ പറഞ്ഞ ആളുകളെ പുറത്തു വിട്ടത്. എന്നാൽ അന്ന് ഇസ്രായേലി ലീഡേഴ്സ് പറഞ്ഞു നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പോകരുതെന്ന് പറഞ്ഞതിൽ 1,60,000 പേര് ഇസ്രായേലിൽ ആ യുദ്ധസമയത്ത് നിലനിന്നു. അവർക്ക് ഇസ്രായേൽ ഫുൾ സിറ്റിസൺഷിപ്പ് കൊടുക്കുകയും അവർക്ക് ഈക്വൽ റൈറ്റ് അവിടെ അംഗീകരിക്കുകയും ചെയ്തു. മനസ്സിലായി? അപ്പം
ഈ പറയുന്ന പാലസ്തീനികൾ എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ ഈ ഈ പറഞ്ഞ അറബ് നേതാക്കന്മാരുടെ വാക്ക് കേട്ട് പോയവര്, സ്വമേധയാ രക്ഷപ്പെട്ടു പോയവര്, യുദ്ധം തീർന്ന് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് ഓർത്ത് പോയവര്, അങ്ങനെ ഉള്ള പല കാറ്റഗറിയിലുള്ള ആളുകളാണ്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഇസ്രായേലീസിനെ ഭയപ്പെട്ടു പോയവരുണ്ട്. വ്യാപകമായി നറേഷൻ നടത്തി അവിടെ ഇസ്രായേൽസ് ഗ്രാമങ്ങൾ തകർക്കുന്നു, അവിടെ ഇവരെ കൊന്നൊടുക്കുന്നു എന്നുള്ള വ്യാപകമായ നറേഷൻ അഴിച്ചുവിട്ട് അങ്ങനെയും ആളുകൾ ഓടിപ്പോയിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ പിന്നീട് തിരിച്ച് ഇസ്രായേലിലേക്ക് ഇവർ യുദ്ധം കഴിഞ്ഞ് വരാൻ തുടങ്ങിയപ്പം ഇസ്രായേൽ അതിനെ പ്രോഹിബിറ്റ് ചെയ്തു. കാരണം ഇവരെല്ലാം ഇസ്രായേലിന്റെ അടുത്ത് വന്നാൽ റെനിഗാർഡായിട്ട് ഒരു വിശ്വസിക്കാൻ പറ്റാത്തവരായി മാറി എന്നുള്ളതുകൊണ്ട് ഇസ്രായേൽ പിന്നീട് അവരെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്തത്. അതാണ് സംഭവം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ആദ്യത്തെ നക്കാബ അല്ലെങ്കിൽ ആദ്യത്തെ ഈ റെഫ്യൂജി ക്യാമ്പ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സജി മർക്കോസിനെ പോലെയുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികൾ സത്യം പറയാതെ കുറെ സത്യങ്ങൾ മാത്രം, അർത്ഥസത്യങ്ങൾ മാത്രം പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന രീതിയുണ്ട്. ആ പറ്റിക്കുന്ന രീതി യഥാർത്ഥത്തിൽ നിങ്ങൾ പോയി ക്രോസ് ചെക്ക് ചെയ്യണം. അദ്ദേഹം പറഞ്ഞ ഈ 7 ലക്ഷം പേർക്ക് തിരിച്ചു വരാൻ ഇത് ഒറ്റ സ്റ്റേറ്റായി മാറണമെന്നാണ് പറഞ്ഞു. ഒറ്റ സ്റ്റേറ്റായി മാറാൻ ഈ ഇസ്ലാമിക ഐഡിയോളജി വെച്ചുകൊണ്ട് നിൽക്കുന്ന ലോകത്തേതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഒറ്റ സ്റ്റേറ്റായി മാറാൻ കഴിയുമോ? ആ ഐഡിയോളജി ജനാധിപത്യത്തിലേക്കും ലിബറലിസത്തിലേക്കും കൺവെർട്ട് ചെയ്യാതെ എങ്ങനെ ഇത് മാറാൻ കഴിയും? ആ പ്രോസസ്സ് പൂർത്തിയാകണമെങ്കിൽ എത്ര കാലം എടുക്കേണ്ടി വരും? അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ് ഉണ്ടാകണമെന്ന് പറഞ്ഞ ഈ ചില ആളുകളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ജനകീയ ശക്തി ഉപയോഗിച്ച് ഇസ്രായേലിനെ തകിടം മറിച്ച് ആ രാജ്യത്ത് ഇല്ലായ്മ ചെയ്യാന്നുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഇന്ന് കുറച്ചുകൂടെ ശരി. കാരണം ആ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കൃത്യമായി ഇസ്രായേലിന്റെ സുരക്ഷിതത്വം ഉറപ്പായിക്കൊണ്ടാണ്. ഇസ്രായേൽ അങ്ങോട്ട് കയറി ആക്രമിച്ചല്ല ഒരു സ്ഥലത്തും ആരെയും ഇന്നോളം ഇസ്രായേൽ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല. ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നവരാണ്. ഈ 48-ലെ വാർ തന്നെ എന്താണ്? ഈ പറഞ്ഞ UN പറഞ്ഞ സ്ഥലത്ത് അവരൊരു സ്റ്റേറ്റ് നിർമ്മിക്കാൻ അവരൊരു സ്റ്റേറ്റായി മാറിയപ്പം അതിനെതിരെ അറബുകൾ ആക്രമിക്കുന്നു. അതിന്റെ അകത്ത് കിടന്ന ആളുകളോട് നിങ്ങൾ പറയുന്നു, നിങ്ങൾ രക്ഷപ്പെട്ടുള്ളൂ, ഞങ്ങൾ ഇവരെ തോൽപ്പിച്ച് നിങ്ങൾക്ക് ഈ സ്ഥലം തിരിച്ചു തരാമെന്ന് പറഞ്ഞവരെ പറ്റിച്ചാണ് പുറത്തുവിട്ടത്. ഇസ്രായേൽ എന്നാ പറഞ്ഞു നിങ്ങൾ പോകരുത്. ഗോൾഡ മേയറും അതുപോലെ തന്നെ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ബെൻ ഗുരീനും പറഞ്ഞു നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു. ആ പോകാത്ത മനുഷ്യർക്കാണ് സിറ്റിസൺഷിപ്പ് കൊടുത്തിരുന്നത്. അതുപോലെ ഈ 1 സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ഇസ്രായേലിലെ തകിടം മറിക്കാനോ ആ രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യാനുമുള്ള ശ്രമമാണ്. അവിടെ നടത്തേണ്ടത് 2 സ്റ്റേറ്റ് സൊല്യൂഷനാണ്. ഈ പറഞ്ഞ ഹമാസ് പോലെയുള്ള വർഗീയവാദികളെ റൂട്ട് ഔട്ട് ചെയ്ത് ഒരു ലിബറൽ ആയിട്ടുള്ള സമൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ അതിനുപോലുള്ള സാധ്യത ഇന്നില്ലാതെയായി. കാരണം ഹമാസ് കാണിച്ച വൃത്തികേടുകളുടെ പരിണിത ഫലമായി ഇന്ന് ലോകത്ത് അവർക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ല. ആ 2 സ്റ്റേറ്റ് സൊല്യൂഷന് വരുവാനും സംസാരിക്കാനില്ലാതെയായി. കാരണം ഏകപക്ഷീയമായി അവിടുന്ന് ആ ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. ഇതിൽ നിന്ന് ഒരു പാഠം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏത് തരം ടെററിസത്തിനും നമുക്ക് ഒരുപാട് കാലം നിലനിൽക്കാൻ പറ്റില്ല. ഇപ്പം ശ്രീലങ്കയിലെ തമിഴ് ടെററിസം എവിടെ പോയി? അതുപോലെ തന്നെ ISIS എവിടെ പോയി? അതുകൊണ്ട് ഈ മറ്റ് മനുഷ്യ സമൂഹങ്ങളെ അംഗീകരിക്കാതെ മറ്റു മനുഷ്യരും തങ്ങളെപ്പോലെയാണെന്ന് ചിന്തിക്കാതെ ഞങ്ങളൊരു വലിയ എലിറ്റ് ക്ലാസ് ആണെന്ന് ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും സമൂഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം ദുരന്തം ഇത് തന്നെയാണ്. അതാണ് ഹമാസിനെ കാണിച്ചു കൊടുക്കുന്നത്. ഹമാസ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കുന്തമുനയായിരുന്നു. ആ കുന്തമുന ഒടിയുക മാത്രമല്ല, ഇസ്ലാം എന്ന് പറയുന്ന ഭീകര ഐഡിയോളജിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി ഈ പറഞ്ഞ ഹമാസിന്റെ പരാജയം ഉണ്ടാകും. ആ കാര്യത്തിൽ തർക്കമില്ല. കാരണം അതിന് കാലത്തെ അതിജീവിക്കാൻ കഴിയുന്ന ആശയമല്ലാതെ മറ്റ് മനുഷ്യരെയോ മറ്റ് ചിന്തകളെയോ മറ്റ് ദർശനങ്ങളെയോ അംഗീകരിക്കുന്ന ഒരു ഐഡിയോളജി അല്ല ഇസ്ലാമിസം എന്ന് പറയുന്നത്. അതിന്റെ പരിണിത ഫലമാണ് ഈ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം. അത് വീണ്ടും വാർ റെസ്യൂം ചെയ്യാൻ പോവുകയാണെന്നാണ് ലക്ഷണം കണ്ട് കാണുന്നത്. കൂടുതൽ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. ഒരു കാരണവശാലും ഈ ഹമാസ് പോലെയുള്ള ഒരു ടെറർ ഓർഗനൈസേഷനെ അവിടെ അതിജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല. ഫത്വ പോലെയുള്ള കുറച്ചുകൂടെ സമാധാനപരമായി ചിന്തിക്കുന്ന, കുറച്ചുകൂടെ ലിബറലായി ചിന്തിക്കാൻ കഴിയുന്നവരെ ഉൾപ്പെടുത്തിയാണ് സ്റ്റേറ്റ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടായാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അത് നിങ്ങളോട് പറയുന്നത്. താങ്ക് യു. ടോം ജോസ് റിയമ്പാട്.